യേശുവിൻ്റെ മുൻപിൽ നിൽക്കുന്ന പാപം വെളിവാക്കപ്പെട്ട ആ സ്ത്രീയും അവളെ കല്ലെറിയുവാനും വിധിക്കുവാനും കൂടെ നിന്ന ആളുകളും, ഈ രണ്ട് കൂട്ടരോടും യേശു ഒരേപോലെയാണ് പുതുജീവനിലേക്ക്, ഉയർപ്പിലേക്ക് ക്ഷണിക്കുന്നത്. ആദ്യം ക്ഷണം നൽകുന്നത് കപടതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട്, പാപം മറച്ചു വെച്ചുകൊണ്ട് വിധിക്കാനായി കല്ലുമായി നിൽക്കുന്നവരെയാണ്. എന്നാൽ അവർ കല്ലുകൾ താഴിയിട്ടു, പക്ഷെ തിരിച്ചു നടന്നത് അവരുടെ പഴയ പാപജീവിതത്തിലേക്ക് തന്നെയാണ്. എന്നാൽ ആ സ്ത്രീ മാത്രം ക്രിസ്തുവിൻ്റെ ക്ഷണം സ്വീകരിച്ചു. കാരണം അതിനകം തന്നെ അവൾ ക്രിസ്തുവിൻ്റേതായി മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു അവളോട് പറയുന്നത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല.